എടുക്കുന്നില്ല അവിടെ. നനക്കാനുണ്ട്, എന്തെല്ലാം പണിയുണ്ട്, ഒരു പണിയും എടുക്കുന്നില്ല. പിന്നെ എന്തിനുള്ളൂല ഓട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഏട്ടനോട് വിളിച്ചിട്ട് പറയണ്ട. ഏട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു ചെയ്തു. ബാക്കി എല്ലാ പണിയും ഞാൻ നല്ല വാങ്ങി തന്നെ വൃത്തിക്ക് എടുത്തിട്ടുണ്ടായി. അതിനും കുറ്റം കണ്ടെത്തി. എന്നിട്ട് ഞാൻ നിന്നു. പിന്നെ ഇങ്ങനെ കുഞ്ഞുള്ള കാര്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുഞ്ഞില്ലാത്തത് കാരണം അതും കുറ്റം കണ്ടെത്തി. അത് എൻ്റെ മാത്രം കുറ്റമാണ്. അത് ദൈവത്തിന്റെ കൈമയില്ല കാര്യമല്ല. ഇവരെ മോനും ഉണ്ടല്ലോ ഇതിന്റെ ബാധ്യത. ഒറ്റക്കായിട്ട് എങ്ങനെ നമ്മളെ മാത്രം പറയല്? എന്തൊക്കെ ദൈവമാക്കണ്ട. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ എന്തിനു മോളെ വന്നിട്ട് അതിൻ്റെ രീതിയായിരിക്കും. അല്ലെങ്കിൽ അച്ഛനമ്മക്കൊന്നും കഴിഞ്ഞില്ലാണ്. അവിടത്തേക്ക് ഞാൻ എങ്ങനെ പോകേണ്ടത്? നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടിനി. ഇതോളം കുറ്റം പറയുന്നുണ്ട് അതിനെന്നാ. കുറ്റം എല്ലാം ഓള് ചെയ്തിട്ടായിട്ട് എല്ലാം എൻ്റെ പേരിട്ട്. അമ്മ ഞാൻ കുറേ ആയി ക്ഷമിക്കുന്നു. കുറേ ആയി അമ്മ എന്തെല്ലാം എന്നെ പറയുന്നു. ഞാൻ എത്ര ഇത് ഇങ്ങനെ കേട്ട് നിൽക്കേണ്ടത്? നിങ്ങളെ മോള് വന്നിട്ടാകുമ്പോൾ നിങ്ങൾ നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ മോൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇതുമില്ലേ? നമ്മങ്ങനെ നമ്മളും ഒരു അമ്മ പറ്റ തന്നെ. നമുക്കുണ്ട് അമ്മയും അച്ഛനും എല്ലാവരും. അമ്മക്ക് പിന്നെ പെണ്ണ് മക്കൾ വരുമ്പോൾ മാത്രമുണ്ട് ഒരു വലിയൊരു കയറ്റം മാത്രം. ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഉണ്ട് അതിൻ്റെ ഒരു അവകാശം. അവർ പോയെടുത്തായില്ലേ, ഞങ്ങൾ ഇവിടെ താമസിക്കേണ്ട വീട് തന്നെയല്ലേ. നിങ്ങളെ മോനും മോൻ്റെ ഭാര്യയും അതിൽ വരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് അപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പിന്നീട് നിൽക്കുന്നു? എൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊരു ക്ഷമിക്കുന്നതിനൊരു ഇതുണ്ട്. ആ മോള് വരുമ്പോൾ ഒരു പ്രശ്നമില്ല, കടന്നെടുത്ത് ഭക്ഷണം എത്തിക്കുന്നു, എല്ലാം എത്തിക്കുന്നു. നമ്മൾ ഇങ്ങനെ ചത്ത് പണിയെടുത്താലും ഭക്ഷണം കഴിക്കുമ്പോൾ പറയും അതാ ഇതിട്ട് തിന്നുന്നു പറഞ്ഞു. ഞാനെന്തെന്നാക്കേണ്ടത്? ഇല്ല ഞാൻ നിൽക്കുന്നില്ല. ഒരു അടുത്ത് വീട്ടിൽ പോയാൽ അവർക്ക് ബേജാറാവും. എന്നാലും തിരക്കാടില്ല. പറ്റുമ്പോഴും കുടിച്ചിട്ട് അവിടെ ഇരിക്കാമല്ലോ. ഞാൻ പോകുന്നെന്തായാലും. നിങ്ങളെ മോനോടും പറഞ്ഞേ. പോകുന്നുണ്ടെങ്കിൽ പോട്ട്. എൻ്റെ മോനെ പെറുന്നതിനെ നോക്കിയിട്ട് കെട്ടിക്കണം. ഏട്ടനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ എന്നെ പോയേക്കാം.